പക്ഷേ ഈ അംബേദ്കറൊക്കെ തന്നെ അപ്രോപ്രിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്വാംശീകരിച്ചുകൊണ്ട് അംബേദ്കർ കൂടി സ്വന്തമായിക്കൊണ്ട് ഈ ഒരു മുന്നേറ്റത്തെ അല്ലെങ്കിൽ അതൊരു ഒരു ജനാധിപത്യപരമായ ഭരണഘടനാപരമായ ഉണർവിനെ തടസ്സപ്പെടുത്താനായിട്ട് സംഘപരിവാർ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഈ ദളിതർ ഉൾപ്പെടെയുള്ള അംബേദ്കറേറ്റുകൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ കൃത്യമായി അംബേദ്കറെ വായിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം കൂടി സംഘപരിവാർ പക്ഷത്തു നിന്ന് വരുന്നുണ്ട്. അതായത് ഞങ്ങളാണ് ഞങ്ങൾ സംഘപരിവാറുകാരാണ് ഡോക്ടർ അംബേദ്കറെ ശരിയായി വാദിക്കുന്നതെന്നും ഡോക്ടർ അംബേദ്കർ വിഭാവനം ചെയ്ത ആശയങ്ങളെ സ്വാംശീകരിച്ച് മുന്നോട്ട് പോകുന്നത് തങ്ങളാണെന്നും അവകാശപ്പെടുന്ന ഒരു കോൺട്രാഡിക്ഷൻ പോലും, ഒരു വൈരുദ്ധ്യം പോലും നമുക്ക് ഈ അടുത്ത കാലത്ത് കാണാൻ ആയിട്ട് സാധിച്ചു. യഥാർത്ഥത്തിൽ ആ പറയുന്നത് വസ്തുതാപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? യഥാർത്ഥത്തിൽ ഈ സംഘപരിവാറുകാർ അംബേദ്കറിനെ വായിച്ചാൽ അവർ നമ്മൾ ഈ ഒരു നാടൻ ഭാഷയിലുണ്ടല്ലോ, കണ്ടം വഴി ഓടുക എന്ന് പറയില്ലേ, അങ്ങനെ കണ്ടം വഴി ഓടും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അംബേദ്കർ തിയറിറ്റിക്കലായിട്ടും സൈദ്ധാന്തികമായിട്ടും രാഷ്ട്രീയമായും സാമൂഹ്യമായും ഏറ്റവും അധികം പ്രശ്നവൽക്കരിച്ചത് ഈ ഹിന്ദുത്വത്തെയും ഹിന്ദുമതത്തെയും അതിൻ്റെ ആശയധാരയാണ്. ഒരു പക്ഷേ ഹിന്ദുത്വത്തെയും ഹിന്ദു സംഹിതകളെയും അതിൻ്റെ അകത്ത് കയറി പൊളിച്ച് അതിൻ്റെ അകത്തുള്ള അധാർമികൾ പുറത്തിട്ട് ഡോക്ടർ BR അംബേദ്കറിനെ പോലെ ഒരാൾ ഇന്ത്യക്കകത്തുണ്ടാവില്ല. അത് ഏറ്റവും കൂടുതൽ എഴുതിയത് അവർ വേദങ്ങളെക്കുറിച്ചാണെങ്കിലും ഇതിഹാസങ്ങളെക്കുറിച്ചാണെങ്കിലും പുരാണങ്ങളെക്കുറിച്ചാണെങ്കിലും രാമനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും ഒക്കെ ആണെങ്കിലും ഏറ്റവും അതിനിശ്ചിതമായി വിമർശിക്കുകയും ഇവരെ അംബേദ്കറിന്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിനകത്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദു ധർമ്മങ്ങളെ ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതിരൂക്ഷമായ രീതിയിൽ വിമർശിച്ച ഒരാളാണ് അംബേദ്കർ. അംബേദ്കറിനെ ഇവർ വായിക്കാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അംബേദ്കറിന്റെ ആൾക്കാരായിട്ട് മാറുന്നത്. കാര്യം അംബേദ്കറിനെ വായിക്കുന്ന ഒരു ഹാർഡ് കോർ ഹിന്ദുത്വ കക്ഷിക്കാർ RSSകാരന് ഒരിക്കലും അംബേദ്കറിന്റെ ആശയത്തിനകത്ത് നിൽക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബേദ്കറിനെ ഞങ്ങളാണ് വായിക്കുന്നത്, ഞങ്ങളാണ് അതിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു അപ്രോപ്രിയേഷൻ്റെ ഭാഗമായി ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അവർക്ക് തന്നെ അറിയാം അംബേദ്കറിനെ ആദ്യം മുന്നോട്ട് കൊണ്ടുവന്നാൽ ശരിയല്ല, പക്ഷെ അവരുടെ ഇപ്പോഴത്തെ താൽക്കാലികമായിട്ടുള്ള ആവശ്യത്തിന് അവർക്ക് അംബേദ്കറിനെ കൂടിയേ തീരും. കാര്യം ഇന്ത്യയിൽ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഏതാണ്ട് ഈ RSSന്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ ചിത്പാവൻ ബ്രാഹ്മിൺസ് മാത്രമല്ല, അതിൻ്റെ മൃഗീയമായിട്ടുള്ള അതിൻ്റെ നേതൃത്വവും സവർണരായിട്ടുള്ള ബ്രാഹ്മിൺസും അപ്പർ കാസ്റ്റുകാരുമാണ്. അവരൊരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇന്ത്യക്കകത്ത് അധികാരം പിടിക്കാൻ വേണ്ടിയാണ് അവർ ഈ പറയുന്ന പിന്നോക്ക കമ്മ്യൂണിറ്റികളെയും ദലിതരെയും ആദിവാസികളെയൊക്കെ അവരെന്ത് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതും അവരുടെ അടിത്തറ വികസിപ്പിക്കും. ഈ ഒരു ഘട്ടത്തിലാണ് അവർ അംബേദ്കറിനെ എന്ത് ചെയ്യുന്നത്, സ്വാംശീകരിക്കുന്നത്. കാര്യം അവരെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദലിതരുടെയും ആദിവാസികളുടെയും ഐക്കണായ അംബേദ്കർ ഇല്ലാതെ അവർക്കൊരിക്കലും ഈ ജനതയെ സ്വാധീനിക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ 26% വരുന്ന ജനതയാണ് ഇന്ത്യയിലെ ആദിവാസി ദലിതർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ അതിനിർണായകമായ ഒരു ജനതയാണ്. ആ ജനതയെ സ്വാധീനിക്കണമെങ്കിൽ അവർക്ക് അംബേദ്കറിനെ സ്വാംശീകരിച്ചാലേ പറ്റുള്ളൂ. അവർക്ക് അംബേദ്കറിനെ ഏറ്റെടുത്ത് ഞങ്ങളും അംബേദ്കറിന്റെ ഭക്താവാണെന്ന് പറഞ്ഞിരുന്നാൽ മാത്രമാണ് അവർക്ക് ഈ പറഞ്ഞ ജനതയിലൊരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം അയോധ്യ പിന്നെ രാമന്റെ പ്രതിഷ്ഠ നടക്കുമ്പോൾ അതിന് ചുറ്റും ഇവന്മാർ പല ദൈവങ്ങളുടെയും അയാളുടെ അവതാരങ്ങളുടെ ശില്പങ്ങൾ കുത്തിവെച്ചു. ഈ അയോധ്യയിൽ ഇപ്പൊ പ്രതിഷ്ഠ നടത്തിയ അയോധ്യയിൽ ഈ രാമന്റെ പ്രതിഷ്ഠയുടെ ഒരു സൈഡിൽ ബുദ്ധൻ ഇരിപ്പുണ്ട്. ഈ ബുദ്ധൻ ഇയാളുടെ അടുത്തൊരു അവതാരമാണെന്നാണ് ഇവർ പറഞ്ഞു കൊണ്ടുവരുന്നത്. കാര്യം എന്തുകൊണ്ടാണ്? ഈ ബുദ്ധമതം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ബുദ്ധമതവും ഹിന്ദുമതവും യഥാർത്ഥത്തിൽ രണ്ട് എക്സ്ട്രീം പോയിന്റിൽ നിൽക്കുന്ന രണ്ട് ആത്മീയ ധാരകളാണ്. ബുദ്ധൻ ഹിന്ദുത്വത്തിനകത്തുള്ള എല്ലാ തരത്തിലുള്ള ജാതി വിവേചനത്തെയും അതിനകത്തുള്ള ഇൻഇക്വാലിറ്റിയും ചോദ്യം ചെയ്തുകൊണ്ട് രൂപപ്പെട്ട ഒരു സംഹിതയാണ്, ഒരു മൂവ്മെന്റ് ആണ്. ഞാൻ ബുദ്ധിസ്റ്റ് ആണെന്ന് പറയുന്നതോടുകൂടി തന്നെ ഞാൻ ഒരു ഹിന്ദു വിരുദ്ധനായി അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ ഐഡിയോളജി എതിർക്കുന്ന ഒരാളായിട്ട് റീഡ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഉൾക്കരുത്തുള്ള ഒരു 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 ആശയധാരയാണത്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അവരെന്തിനാണ് ബുദ്ധനെ എടുക്കുന്നത്? അവർ ബുദ്ധനെ എടുക്കുന്നത് ഈ ബുദ്ധനെ എടുത്തിരുന്നിരുന്നാലേ അവർക്ക് അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അവര് RSSും BJP കണ്ടിട്ടില്ലേ ശ്രീനാരായണ ഗുരുവിനെ എല്ലാ ഫ്ലെക്സുകളിലും ബോർഡുകളിൽ ഈ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവിനെ നടത്തുന്നത് എന്തിനാണ്? അവരുടെ പൊളിറ്റിക്കൽ അപ്രോപ്രിയേഷന്റെ ഭാഗം ഇവരെ ഏറ്റെടുത്തുകൊണ്ട് ഇവർക്ക് ഇവരുടെ പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ശ്രീജിത്ത് പണിക്കരാണെന്നുണ്ടെങ്കിലും ഈ സംഘപരിവാർ കക്ഷികളാണെങ്കിലും ഇവന്മാരൊന്നും ഈ അംബേദ്കറിനെ വായിക്കുന്നത് കൊണ്ടല്ല ഇതിനെ ഏറ്റെടുക്കുന്നത്, മറിച്ച് ഇവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇവർ അംബേദ്കറിനെ ഏറ്റെടുക്കുകയും ഇവർ ചെയ്യുന്നത്. അംബേദ്കർ മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ സങ്കല്പം എന്ന് പറയുന്നത് സാഹോദര്യ ജീവിതത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ സാഹോദര്യം, അതായത് അംബേദ്കർ ജനാധിപത്യത്തെ കാണുന്നത് ഒരു ഭരണകൂട രൂപമായിട്ടല്ല,
അദ്ദേഹം ജനാധിപത്യത്തെ കാണുന്നത്, മറിച്ച് ഒരു കോ എക്സിസ്റ്റിംഗ് ആണ്, ഒരു സംയോജിത ജീവിത രീതിയായിട്ടാണ് അദ്ദേഹം ജനാധിപത്യത്തെ കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു സമൂഹത്തിലെ മനുഷ്യരുടെ സംയോജിത ജീവിതമാണ് പിന്നെ ജനാധിപത്യമെന്നും, രണ്ട് മനുഷ്യർക്കിടയിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ രൂപപ്പെടുമ്പോൾ, സാഹോദര്യം രൂപപ്പെടുമ്പോൾ മാത്രമേ ജനാധിപത്യം വർക്ക് ചെയ്യുന്നുള്ളൂ എന്നും, അതുകൊണ്ടാണ് സാഹോദര്യം തന്നെയാണ് ജനാധിപത്യമാണെന്ന് അദ്ദേഹം നിർവചിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും നല്ല ഡെമോക്രസിയെക്കുറിച്ചുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു നിർവചനം കൂടിയായിരിക്കും സാഹോദര്യം തന്നെയാണ് ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പന. ഞാൻ പറയാം, ഹിന്ദു ഐഡിയോളജി വെച്ച്, ഹിന്ദുത്വം വെച്ചിട്ട് എങ്ങനെ സാഹോദര്യം ഇന്ത്യക്കകത്ത് സാധ്യമാവും? അതിന് തൊട്ടപ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ വീട്ടിൽ പോകരുതെന്നും, അവന്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കരുതെന്നും, അവൻ ജാതിയിൽ താഴ്ന്നവനാണെന്നും, അവൻ ഇത്തജാതിക്കാരനാണെന്നും, അവനെ കല്യാണം കഴിക്കരുതെന്നും ഒക്കെ പറയുന്ന, അവന്റെ ഭൂമിയെ ഏറ്റെടുക്കാനായിട്ട് കുട്ടികളെ ബലാത്സംഗമൊക്കെ ചെയ്യുന്ന ഒരു തത്വസംഹിതയാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു ഐഡിയോളജി എന്ന് പറയുന്നത്. നമ്മൾ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അവിടെ വലിയ രീതിയിലുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അവിടുത്തെ ഹിന്ദുത്വത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. എന്തിനാണ്? ഇവരെ ബലാത്സംഗം ചെയ്ത് ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഓടിച്ച് അവരുടെ ഭൂമി കൈക്കലാക്കുക, അവരെ എല്ലാ തരത്തിലും അടിമകളാക്കിയും ഭീഷണിപ്പെടുത്തിയും അവർ വിധേയത്വമായിട്ടുള്ള ജനതയൊക്കെ നിലനിർത്തുക എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സാമൂഹ്യ ജീവിതം ഈ പറയുന്ന ഹിന്ദു ജീവിതത്തിനകത്ത് സാധ്യമാവില്ല. അങ്ങനെ ഹിന്ദു ജീവിതത്തിനകത്ത് ഒരു ഏകോദര സഹോദരങ്ങളാണെന്നുള്ള ഒരു സാഹോദര്യ ബോധം തോന്നാത്തിടത്തോളം കാലം ഇന്ത്യക്കകത്ത് എങ്ങനെയാണ് ഒരു ജനാധിപത്യം സാധ്യമാവുക? ജനാധിപത്യത്തിനകത്തല്ലേ നമുക്ക് അംബേദ്കറിനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ജനാധിപത്യവും അംബേദ്കറും ഒരു സൈഡിൽ നിൽക്കുകയും വളരെ അൺഡെമോക്രാറ്റിക് ആയി നിൽക്കുന്ന, വളരെ ഇൻഇക്വാളിറ്റിയിൽ നിലനിൽക്കുന്ന, അസമത്വത്തിൽ നിലനിൽക്കുന്ന, ജനാധിപത്യ വിരുദ്ധയിൽ നിലനിൽക്കുന്ന ഹിന്ദുത്വം മറു സൈഡിലുമാണ് നിൽക്കുന്നത്. ഇത് എന്നിട്ട് നമ്മുടെ എണ്ണയും വെള്ളം പോലും പരസ്പരം ഇടകലരാൻ ഒരു കാലത്തും സാധ്യതയില്ലാത്ത ഒരു ഓപ്പോസിറ്റ് ആശയങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത്. ഇതിന് ഒരു കാലത്തും കൂടി സംയോജിക്കാൻ സാധിക്കില്ല. പിന്നീട് ഇത് കൂടി സംയോജിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അപ്രോപ്രിയേഷനകത്താണ് ഇതെല്ലാം ഒന്നാണെന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കുന്നതും. ഇങ്ങനെ ഒരു വ്യാജ പ്രതീതിയാണ് യഥാർത്ഥത്തിൽ ഇവരുണ്ടാക്കുന്നത്. അതായത് അംബേദ്കറൈറ്റുകൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കീഴ്ത്തട്ട് സമൂഹങ്ങൾക്കോ ദലിതാദിവാസികൾക്കോ ഒന്നും അംബേദ്കറിനെ അറിയത്തില്ല, ഒരു വായിച്ചിട്ടില്ല, ഞങ്ങളാണ് ഇതിൻ്റെ വക്താവ് എന്ന് പറയുന്നതിന് പിന്നിൽ ഇവരുടെ രാഷ്ട്രീയ താല്പര്യമാണ്. ഇവരുടെ ഹിന്ദു രാഷ്ട്ര നിർമ്മിതിക്ക് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന, ഇന്ത്യയുടെ 80% വരുന്ന ആദിവാസികളെയും ദലിതരെയും പിന്നോക്കക്കാരെയും ഒക്കെ ആവശ്യമുണ്ട്. അതിന് അവർക്ക് ഏറ്റവും നല്ല ഇന്ധനം എന്ന് പറയുന്നത്, ഏറ്റവും നല്ല ഊർജം എന്ന് പറയുന്നത് അംബേദ്കറിനെ ഏറ്റെടുക്കുക, അദ്ദേഹത്തിന് വക്താവാക്കി മാറ്റുക എന്നുള്ളതാണ്. അതല്ലാതെ ഇവർക്ക് ഒരു കാലത്തും അംബേദ്കറിൻ്റെ ആശയങ്ങൾ പിന്തുടരാനോ അദ്ദേഹത്തിനെ പിന്നെ ഒരു ഐക്കണാക്കി നിലനിർത്താനോ കഴിയില്ല. കാര്യം ഐക്കണാക്കി നിർത്തിയാൽ അവരുടെ ഹിന്ദുത്വം സ്വാഭാവികമായി തകർന്നു പോകുന്നു, അവർക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് അവർ ഒരിക്കലും അതിനെ ആക്കില്ല. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് കേരളത്തിലെ അംബേദ്കറേറ്റുകൾ ഡോക്ടർ അംബേദ്കറെ കൃത്യമായി വായിച്ചില്ല എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ അംബേദ്കറേറ്റുകളുടെ അല്ലെങ്കിൽ ദളിത് ആദിവാസി വിഭാഗത്തു നിന്നുള്ള അക്കാദമിഷ്യന്മാരുടെയും എഴുത്തുകാരുടെയും ഒക്കെ അവരുടെ മൊത്തത്തിലുള്ള നിലപാട് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ അംബേദ്കറെ ശരിക്കും വായിച്ചതുകൊണ്ടാണ് ആ നിലപാടിലെത്തിയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അംബേദ്കറിസം വിഭാവനം ചെയ്യുന്ന ആശയങ്ങളാണ് ആക്ച്വലി സെക്യുലറിസവും അതുപോലെ തന്നെ ഈ ഫെഡറലിസവും തുടങ്ങിയ ജനാധിപത്യത്തിൻ്റെ ഉത്തമ മൂല്യങ്ങളൊക്കെ തന്നെ അംബേദ്കറുടെ ആശയങ്ങളാണ്. അപ്പം ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രത്യേക കോൺടെക്സ്റ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ധാരാളം ഇതര പാർട്ടിക്കാരും സമുദായക്കാരും ഒക്കെ തന്നെ അതിൻ്റെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ, അതിൻ്റെ വലിയ നേതാക്കന്മാരൊക്കെ തന്നെ, ഏത് പാർട്ടി ഏതോ ആകട്ടെ, അതിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ സംഘപരിവാറിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ BJPയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് വളരെ ഒരു മൈക്രോ ലെവലിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ദളിത് വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽ നിന്ന് അങ്ങനെ എണ്ണപ്പെട്ട ഒരു നേതാവിനെയും അവർക്ക് സംഘപരിവാറിലേക്ക് ആകർഷിക്കാനോ BJPയുടെ മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരാനോ സാധിച്ചില്ല എന്നുള്ളത് വളരെ സുവ്യക്തമാണ്. അതെനിക്ക് തോന്നുന്നത് അവർ കേരളത്തിലെ ദളിതരെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ CK ജാനിശേഷി NDAയിൽ പോയെങ്കിലും അവർ സ്വന്തം പാർട്ടിയിലൂടെയാണ് പോയത്, അവരൊരിക്കലും BJPയുടെ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. അപ്പോൾ അതേപോലെ എണ്ണം പറഞ്ഞ ഒരു നേതാവിനെയും അല്ലെങ്കിൽ ജനകീയനായിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ദളിത് നേതാവിനെയും അല്ലെങ്കിൽ ഒരു ആദിവാസി നേതാവിനെയും കേരളത്തിലെ BJPക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് അവരോടൊപ്പം കൂട്ടാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരൊക്കെ ഈ സമൂഹം അംബേദ്കറെ ശരിക്കും വായിച്ചതുകൊണ്ടാണ് ഈ സംഘപരിവാർ ആശയങ്ങളെ സ്വാംശീകരിക്കാനും BJPയിലേക്ക് വ്യാപകമായിട്ട് പോകാത്തതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അത് എത്രത്തോളം ശരിയാണ് ആ പ്രസ്താവന? തീർച്ചയായിട്ടും അംബേദ്കറിന്റെ ആശയം അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച്, അംബേദ്കറിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാൾക്കും ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ സംഘപരിവാറിന്റെയോ ഐഡിയോളജിയിലേക്ക് പോകാൻ ഒരു കഴിയില്ല. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘപരിവാർ വിരുദ്ധർ എന്ന് പറയുന്നത് ഏറെക്കുറെ മുസ്ലിങ്ങളാണ്. അതിന് ചരിത്രപരമായിട്ടും മതപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. പക്ഷേ അത് ഹിന്ദുമതത്തിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ദളിതർ ഈ സംഘികളെ അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുവിസത്തെ എതിർക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ നമ്മൾ വിശാലമായൊരു കോണ്ടസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അംബേദ്കറിസം വേഴ്സസ് ബ്രാഹ്മണിസം എന്ന് കേരളത്തിലെ ദളിത് സമൂഹം അല്ലെങ്കിൽ ആദിവാസി സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ സംഘപരിവാർ വിരുദ്ധതയ്ക്ക് ഒരു അടിസ്ഥാന കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞില്ലേ, ഈ അംബേദ്കറിന്റെ കാലത്ത് തൊട്ട് തന്നെ ഹിന്ദുയിസം വേഴ്സസ് പിന്നെ അല്ല ഹിന്ദുയിസം വേഴ്സസ് ഈ അംബേദ്കറിസം എന്ന് പറയുന്ന ഒരു ധാര ഇന്ത്യക്കകത്ത് ഉണ്ട്. കാര്യം ഇത് രണ്ട് എക്സ്ട്രീം പോയിന്റ് അല്ലേ. നമ്മൾ ഈ തീം വെള്ളം എന്ന് പറയുന്നത് പോലെ ഇതിനൊരിക്കലും കൂടിച്ചേരാൻ പറ്റില്ല. അതിന്റെ ജൈവിക ഘടന, അതിന്റെ പിന്നെ എന്താ പറയാ, അതിന്റെ സാമൂഹിക ഘടന എങ്ങനെയാണ്, അത് കൂടിച്ചേരില്ല. കൂടിച്ചേരുന്ന മനുഷ്യർ ചിലരൊക്കെ നമുക്കിപ്പോൾ തോന്നും, രണ്ട് രീതിയിൽ അംബേദ്കറിന്റെ ആശയധാരയ്ക്ക് എത്തുന്ന ചില മനുഷ്യർ ചിലപ്പോൾ ഈ പറയുന്ന പോലെ അത്തരം ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുള്ള ചില മനുഷ്യർ ചിലപ്പോൾ ബി ജെ പിയിലേക്ക് പോയെന്നിരിക്കാം. കാര്യം അവർക്കത് പരിപൂർണമായിട്ടും അംബേദ്കറിന്റെ ആശയം പിടികിട്ടാത്തതുകൊണ്ടാണ്. രണ്ടാമത്, ഒരു അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കാര്യങ്ങളെ കാണുന്നവർ. അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കാണുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവർക്ക് ഈ ഉൾക്കൊള്ളുന്ന ആശയധാരയ്ക്കപ്പുറത്ത് അധികാരം നിലനിർത്തുക, അല്ലെ അധികാരത്തിന്റെ ഭാഗമായി മാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആകെ മാറും. ആ മാറുന്ന ഘട്ടത്തിൽ അവർക്ക് ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അധികാരം നിലനിർത്തുന്ന, അല്ലെ അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അധികാര വ്യവസ്ഥ എന്ന് പറയുന്നത് ബി ജെ പി ആയതുകൊണ്ട് തന്നെ അവരിലേക്ക് പോകുക എന്നുള്ളത് വളരെ എളുപ്പവഴി ആയതുകൊണ്ട് അങ്ങനെയും പോകും. അതൊരു അധികാരത്തിന്റെ സ്വഭാവം. മറിച്ച് ആശയപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ കേരളത്തിലെ അംബേദ്കറിനെ അതിന്റെ ആ ഉൾക്കരുത്ത് അതേപോലെ എടുത്തിട്ടുള്ള മനുഷ്യർക്ക് ഒരിക്കലും ആർ എസ് എസിലോ സംഘപരിവാർ സംഘടനകളിലേക്കോ പോകാനായിട്ട് ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയിലെ കീഴ്ത്തട്ട് സമൂഹങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഐത്യജാതി ജനതയായിട്ടുള്ള ജനവിഭാഗങ്ങളെ സംബന്ധിച്ച്, സവിശേഷമായി ദളിതാദിവാസികളെ സംബന്ധിച്ച്, അവർ സാംസ്കാരികമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടോ ഹിന്ദു അല്ല യഥാർത്ഥത്തിൽ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുന്നതോടുകൂടിയാണ് അവർ ഈ ഹിന്ദു മതത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വരുന്നത്. അവരെല്ലാം തന്നെ അവരുടെ സ്വതന്ത്രമായിട്ടുള്ള ദൈവസങ്കല്പങ്ങളും ആചാരവിശ്വാസങ്ങളും നോൺ ബ്രാഹ്മണിക്കായിട്ടുള്ള റിച്വൽസും ഒക്കെ ഉള്ള കമ്മ്യൂണിറ്റികളാണ്. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുന്ന ഒരു ഘട്ടത്തിലാണത് ഈ പറഞ്ഞ ഹിന്ദു മതത്തിന്റെ ഒരു ഭാഗമായിട്ട് രൂപപ്പെട്ടു വരുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് ഇതിന്റെ ഈ ഹിന്ദു മതത്തിന്റെ ഒരു പീഡ അനുഭവങ്ങളുള്ള മനുഷ്യരാണ്. കാര്യം ഹിന്ദുത്വം ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ജാതിയാണ് ശക്തിപ്പെടുന്നത്. അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതം യഥാർത്ഥത്തിൽ ഇല്ല. അത് ജാതികളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശ്രേണീകൃതമായിട്ടുള്ള അസമത്വവും അധികാരബന്ധവും നിലനിർത്തുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു മതം എന്ന് പറയുന്നത്. ഈ ജാതികളുടെ കൂട്ടവും. അപ്പൊ ഈ ഹിന്ദുത്വം ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ജാതികൾ ശക്തിപ്പെടുക എന്ന് അറിയുന്നത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിനകത്തുള്ള സവർണരുടെ അധികാരം വിപുലീകരിക്കുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഹിന്ദുത്വത്തിന്റെ ആശയം തന്നെ ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ മേൽക്കോയ്മ നിലനിർത്തുകയും ബ്രാഹ്മണിക ആശയങ്ങൾ നിലനിർത്തുകയും ഹിന്ദുത്വ ആ ആശയം അതിൻ്റെ അതേ രൂപത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദലിതാദിവാസികളെ സംബന്ധിച്ച് ഒരു കാലത്തും അവർക്ക് ജാതിയുടെ വിക്ടിമായിരുന്ന ദലിതാദിവാസികളെ സംബന്ധിച്ച് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന അറക്കാനായിട്ടുള്ള തല നമ്മൾ തന്നെ കൊണ്ടുവന്ന് അവർക്ക് കീഴിൽ വെച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ആത്യന്തികമായിട്ട് ഇന്ത്യയിൽ ഹിന്ദുത്വം ശക്തിപ്പെടുമ്പോൾ ജാതീയതയാണ് ശക്തിപ്പെടുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് ബോധ്യപ്പെടും. ഇപ്പോൾ അത് ബോധ്യമുള്ളത് ഇന്ത്യയിലെ അംബേദ്കറേറ്റുകൾക്കാണ്. അവർക്ക് ആ ബോധ്യമുള്ളത് കൊണ്ടാണ് അവർക്ക് ഒരു തരത്തിലും ഈ ഹിന്ദുത്വ ശക്തികളുമായിട്ട് ഏതെങ്കിലും ഒരു ആശയ സംവാദം സാധ്യമാകുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ടൊരു പൊളിറ്റിക്കൽ അലയൻസ് സാധ്യമാകുകയോ ചെയ്യാൻ കഴിയാത്തത്. മറിച്ച് അംബേദ്കറിന്റെ ആശയങ്ങളുടെ ഭാഗമായാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് വ്യാജേന നിൽക്കുന്ന മനുഷ്യർക്കോ ഈ അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മനുഷ്യർക്കോ മാത്രമാണ് ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്.